24 പുറത്തുവിട്ട ബാർക്ക് തട്ടിപ്പിൽ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ. സംസ്ഥാന DGPയിൽ നിന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. FIRൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ നിർദ്ദേശമുണ്ട്. സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പാർലമെന്റിനെ അറിയിച്ചു. ടെലിവിഷൻ റേറ്റിംഗ് കൂടുതൽ സുതാര്യവും നീതിയുക്തമാക്കാൻ നടപടി തുടങ്ങിയെന്നും മന്ത്രി സഭയെ അറിയിച്ചു. ബാർക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്താൻ കേരളത്തിലെ ഒരു ചാനലുടമയും ബാർക്ക് ജീവനക്കാരനും തമ്മിൽ നടത്തിയ ഇടപാട് പുറത്തുകൊണ്ടുവന്ന 24 ന്യൂസിന്റെ ഓപ്പറേഷൻ സത്യയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. FIRൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ അറിയിക്കാനാണ് നിർദ്ദേശം. റേറ്റിംഗ് തട്ടിപ്പ് സംബന്ധിച്ച 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനായി സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അറിയിച്ചു. MP-മാരായ കെ സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.